എപ്പോഴെങ്കിലും ഈ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, ഒരുപാട് ഈ പറയുന്ന പോലെ ഈ ചാടിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു റിസൾട്ട് ഇല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറേ പേരൊക്കെ തളർന്നു പോകും. തളരാതെ വീണ്ടും മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രചോദനം എവിടുന്നായിരുന്നു? ഉണ്ട്. ഞാൻ ബാലരമ, അതേ കണക്ക് ബാലമംഗളം, ബോബനും മോളിയും ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ കൊച്ചുനാളോട്ട് ഭയങ്കര അഡിക്റ്റായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്ത 2 സ്റ്റോറീസ് ഉണ്ട്. ഒന്ന് ആമയും മുയലും. ഓക്കെ, മുയൽ ചാടി 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 പോകും. ഓക്കെ, മുയലിന് വേണ്ടി പല ബ്രാൻഡ് അംബാസഡേഴ്സ് കാണും, പലതും കാണും. ആമ ചെയ്തത് എന്താണ്? പോയിക്കിട്ടേ ഇരിക്കണം, പോയിക്കിട്ടേ ഇരിക്കണം. എന്നെ വേണാലും നടക്കട്ടെ, പർവായില്ല, നമ്മൾ പോയിക്കിട്ടേ ഇരിക്കണം. അല്ലേ? ചിന്തിച്ച് നോക്കി. അതെന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തൊരു സ്റ്റോറിയാണ്. ആമ ജയിക്കും. നീ ആരെയും ശ്രദ്ധിക്കണ്ട. നിനക്ക് സ്പീഡ് സ്ലോ ആയിരിക്കും, നിനക്ക് വേണ്ടി അപ്പം പറയാൻ ആൾക്കാർ കാണില്ല, നീ നടന്നുകൊണ്ടിരിക്കടാ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ എന്നോട് പറഞ്ഞത്.